ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIU ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള കോറിലേഷൻ എന്ന ടോപ്പിക്കും അതിൻ്റെ ഭാഗമായിട്ട് ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന ടോപ്പിക്കും കോറിലേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട മെത്തേഡായിട്ടുള്ള കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും അതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷൻ അനാലിസിനെ കുറിച്ചാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് ടൂളാണിത് കോറിലേഷൻ. സ്റ്റാറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ് ടൂളാണ് കോറിലേഷൻ. അവിടെ എന്താ കാണിക്കുന്നത്? രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് കോറിലേഷനിൽ നമ്മൾ നോക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള മീനിങ് നോക്കാം. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ദാറ്റ് ഷോസ് ദി ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ ഡയറക്ഷനും എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണിത് കോറിലേഷൻ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ ഡയറക്ഷനും, അതായത് സെയിം ഡയറക്ഷനിലാണോ രണ്ട് വേരിയബിളും മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് എന്നതൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആണിത് കോറിലേഷൻ. നമുക്ക് ഒരു സിമ്പിൾ മീനിങ് നോക്കാം. കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണെന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് ലെൻ ചൗ ഡിഫൈൻസ് കോറിലേഷൻ അനാലിസിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമൈൻ. നമുക്ക് എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും. എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ദി ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അത് രണ്ട് വേരിയബിൾ ആവാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾ ആവാം. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ആണ്. അവിടെ രണ്ട് വേരിയബിളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിളോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം ഉണ്ട്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ടൂളാണിത് കോറിലേഷൻ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. അതിൽ ഒന്നാമത്തെ ടൈപ്സ് ആണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. കോറിലേഷൻ എന്താവാം? പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അപ്പൊ അതിൽ ഒന്നാണ് പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പോസിറ്റീവ് കോറിലേഷൻ. കറക്റ്റ് മീനിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. വെൻ ബോത്ത് വേരിയബിൾ മൂവ് ദി സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് മൂവ്മെന്റ് നടത്തുന്നെങ്കിൽ അതിന് പറയുന്നതാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇഫ് വൺ ഇൻക്രീസ്, ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ദ അതർ ആൾസോ ഇൻക്രീസ്. അല്ലേ? ഒരു വേരിയബിൾ കൂടിക്കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളും കൂടും, ഒരു വേരിയബിൾ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളും കുറയും. അതാണ് വൈസ് വേഴ്സ. അപ്പോൾ ഒരു വേരിയബിൾ കുറയുകയാണെങ്കിൽ മറ്റൊരു വേരിയബിളും കുറയും. ഇവിടെ എന്താണ്? റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടിക്കഴിഞ്ഞാൽ, അല്ലേ? ഇപ്പൊ ഇൻകം കൂടാണ്, അതിനോടൊപ്പം എന്ത് ചെയ്തു? കൺസംഷൻ കൂടി. അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. സെയിം ഡയറക്ഷനിൽ രണ്ടും എന്താണ്? ഇൻക്രീസ് ആണ്. ദെൻ നമ്മൾ സ്റ്റഡി അവർ നിങ്ങൾ കൂട്ടുകയാണ്, അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും? മാർക്കും കൂടും. അപ്പം നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നല്ലോണം കൂടുതൽ അവർ എടുത്ത് ഈ ഒരു പേപ്പർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും? നല്ല മാർക്കും നേടാൻ കഴിയും. നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം.
നിങ്ങൾ കുറഞ്ഞ അവറാണ് സ്റ്റാറ്റിക് പഠിക്കാൻ എടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കുറയാനും സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കോറിലേഷൻ ആണ് പോസിറ്റീവ് കോറിലേഷൻ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെയിം, ഒറ്റ മീനിങ് പഠിച്ചുക, സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അല്ലെ, ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യും, കുറയും. അതിനാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വെൻ വൺ വേരിയബിൾ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെ, ഒരു വേരിയബിള് മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, മറ്റൊരു വേരിയബിൾ മൂവ് ചെയ്യാം. ഇഫ് വൺ വേരിയബിൾ ഇൻക്രീസ്, ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, മറ്റൊരു വേരിയബിൾ കുറയും. അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതാണെന്ത്, നെഗറ്റീവ് കോറിലേഷൻ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ ഇവിടെ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ് വരിക. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒന്നുള്ളൂ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ 2, 4, 6 ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇതൊക്കെ എന്താണ്, കൂടി കൂടി വരികയാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എക്സാമ്പിൾ പഠിച്ചാൽ അല്ലേ, 3, 5, 2 അല്ലെ, ആദ്യം കൂടി പിന്നീട് കുറഞ്ഞു, ഇത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. മോദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും പറയും. സെക്കൻഡ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. അത് ഫസ്റ്റ് ലീനിയർ കോറിലേഷൻ. When the relation between variables can be represented a straight line, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിറ്റ് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ലീനിയർ കോറിലേഷൻ. അതായത് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ലീനിയർ കോറിലേഷൻ. ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു എ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ അനദർ. ഒരു വേരിയബിളിൽ വരുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ മാറ്റം കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ ലീനിയർ കോറിലേഷൻ, ഒരുപോലെയുള്ള ചേഞ്ച്. ഇപ്പോൾ 10% മാറ്റം വന്നു അല്ലെ, പ്രൈസ് 10% കൂടി, ഡിമാൻഡ് 10% കുറഞ്ഞു. ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് ആണ് സംഭവിക്കുമെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ലീനിയർ കോറിലേഷൻ. നെക്സ്റ്റ് ആണ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് നോൺ ലീനിയർ. വെൻ ദി റിലേഷൻഷിപ്പ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ഫോംസ് എ കർവ്. റിലേഷൻഷിപ്പ് എന്തല്ല, നോട്ട് കോൺസ്റ്റന്റ് ആണ്, ഒരുപോലെ അല്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കർവ് ഫോം ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് എന്താണ്, ഒരു നോൺ ലീനിയർ കോറിലേഷൻ ആണ്. പെർഫോമൻസ് മേ ഇൻക്രീസ് റാപ്പിഡ്ലി. അതിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, നല്ല റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. അറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, സ്ലോലി അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ പഠനം ഫസ്റ്റ് കൂടും, പിന്നീട് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപോലെ എന്ത് ചെയ്യില്ല, അതിൽ മാറ്റം വരില്ല. അതിനെ പറഞ്ഞ പേരാണെന്ത്, നോൺ ലീനിയർ കോറിലേഷൻ. ഒരുപോലത്തെ മാറ്റമാണ് വരുന്നതെങ്കിൽ അതിനെ ലീനിയർ എന്നും, ആ ഒരുപോലെ മാറ്റം വരുന്നില്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയുന്നു. ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ ഇവിടെ 3 കോറിലേഷനാണ് വരുന്നത്. ഒന്ന് സിമ്പിൾ കോറിലേഷൻ, മറ്റൊന്ന് പാർഷ്യൽ കോറിലേഷൻ, തേർഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അതിൽ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് കാണിക്കണമെങ്കിൽ, കോറിലേഷൻ അനാലിസിൽ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് സിമ്പിൾ കോറിലേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
സെയിൽസും അഡ്വർടൈസ്മെന്റും ഇത് 2 വേരിയബിൾ ആണ്. ഈ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? സിമ്പിൾ കോറിലേഷൻ. അപ്പൊ എപ്പോഴാണ് കോറിലേഷൻ സിമ്പിൾ ആവുക? അവിടെ 2 വേരിയബിൾ മാത്രമാകുമ്പോഴാണ് കോറിലേഷൻ സിമ്പിൾ ആവുക. സെക്കൻഡ് ആണ് പാർഷ്യൽ കോറിലേഷൻ. മെഷേഴ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് വൈൽ കൺട്രോളിങ് ദി എഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ്. അതായത് 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ പഠിക്കുമ്പോൾ ആ വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു വേരിയബിൾ ആണ്. അവിടെ എന്തല്ല പൂർണ്ണമായിട്ടൊരു കോറിലേഷൻ എന്ന് പറയുന്നില്ല, പാർഷ്യൽ ആണ്. അപ്പോ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്ത് മറ്റൊരു വേരിയബിൾ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണത് പാർഷ്യൽ കോറിലേഷൻ. തേർഡ് ആണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. മെഷേഴ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ 1 ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിനെ 2ൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇവിടെ 2ൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? മൾട്ടിപ്പിൾ കോറിലേഷൻ. എക്സാമ്പിൾ ആണ് പ്രോഫിറ്റ് റിലേറ്റഡ് ടു സെയിൽസ് ആൻഡ് കോസ്റ്റ്. അല്ലെ, പ്രോഫിറ്റിനെ എന്ത് ബാധിക്കും? സെയിൽസും ബാധിക്കും, കോസ്റ്റും ബാധിക്കും. അതെന്താണ്? ഒരു മൾട്ടിപ്പിൾ കോറിലേഷന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് പറഞ്ഞത്. അതില് ഫസ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. അവിടെ 2 കോറിലേഷൻ പറഞ്ഞു, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. 2 ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, പ്രൊപ്പോർഷൻ ആണ്, കോൺസ്റ്റന്റ് ആണ്. നോൺ ലീനിയർ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ചേഞ്ച് അല്ല. ദെൻ സിമ്പിൾ കോറിലേഷന്, പാർഷ്യൽ കോറിലേഷന്, മൾട്ടിപ്പിൾ കോറിലേഷന്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷനുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസും ആണ്. കാൾ പിയേഴ്സൺ coefficient of correlation is a statistical measures that shows the degree and direction of linear relation between 2 variables x and y. 2 വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ആണിത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ 2 വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കോറിലേഷനിൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞ സ്മാൾ ലെറ്ററിലാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ടഡ്. ഒരുവിധം എല്ലാ കോറിലേഷനും എന്തുതന്നെയാണ്? ആർ എന്ന് പറയുന്ന സ്മാൾ ലെറ്റർ തന്നെയാണ്. ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ റേഞ്ച് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ആറിന്റെ റേഞ്ച് വരുന്നത്? അതില് ആർ ഈക്വൽ ടു +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ ആർ ഈക്വൽ ടു -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോ കോറിലേഷൻ. അവിടെ എന്തില്ല? വേരിയബിൾ തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. സോ ആർ ലേസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് എപ്പോഴും കോറിലേഷന്റെ റിസൾട്ട് -1ന്റെയും +1ന്റെയും ഇടക്കായിരിക്കും. ഇപ്പൊ നമുക്ക് 5, 6 കിട്ടിക്കഴിഞ്ഞാൽ കോറിലേഷൻ ചെയ്തിട്ട് 5 അല്ലെ, ഒരു 5 കിട്ടി, അത് നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? അത് തെറ്റായിരിക്കും. എപ്പോഴും ആൻസർ എന്താ വരിക? -1ന്റെയും +1ന്റെയും ഇടക്കാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ആൻസർ വരിക. ആ കാര്യം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയും. ഇനി ഇതിന്റെ ഫോർമുല നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പല ഫോർമുലയും പല മെത്തേഡിലൊക്കെ കോറിലേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏതൊരു പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരൊറ്റ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ കഴിയും. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൽ വരുന്ന സംഖ്യകൾ ചെറുതാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഏതൊരു കോറിലേഷന്റെ ചോദ്യം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ കാൾ പിയേഴ്സന്റെ ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു ഫോർമുലയാണ്
എന്താണ് ഇക്വേഷൻ എന്ത് ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷന് നിർബന്ധമായിട്ടും പഠിക്കാം. വേർ ആർ ഈസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ആർ കൊണ്ട് അർത്ഥമാക്കുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് സിമ്പിൾ ആണ്. എക്സ് ആൻഡ് വൈ ആർ വേരിയബിൾസ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. എൻ ഇസ് ദി നമ്പർ ഓഫ് റെക്കോർഡ്സ്. എന്നോട് അർത്ഥമാക്കുന്നത് എത്ര റെക്കോർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് ഉണ്ട്, അതാണ് എൻ. അപ്പോ ചില ബുക്കുകളിലൊക്കെ എൻ സ്മാൾ ലെറ്റർ കാണാറുണ്ട്. എൻ സ്മാൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും യാതൊരു മാറ്റമില്ല. എന്നോട് എന്താ അർത്ഥമാക്കുന്നത് നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർ, വാല്യൂ ഓഫ് ആർ നൽകിയിട്ടുണ്ട്, അതിന്റെ ഇൻഡിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറഞ്ഞു +1ന്റെയും -1ന്റെയും ഇടക്കായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർപ്രിട്ടേഷൻ നൽകിയിരിക്കണം. നമുക്ക് ലഭിക്കുന്ന ആൻസർ +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ 0.75നും +1നും ഇടക്കാണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ 0.5നും 0.75നും ഇടക്കാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അപ് ടു 0.50 ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. നെക്സ്റ്റ് മൈനസിൻ്റെതാണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0.752 -1 -0.72 -1 ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ -0.502 0.75 ആണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ് ടു -0.5 ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി ആൻസർ 0 ആണെങ്കിൽ അവിടെ നോ കോറിലേഷൻ അറ്റ് ആൾ ആണ്. അപ്പൊ ഈ ഇന്റർപ്രിട്ടേഷന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ ചോദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇന്റർപ്രിട്ടേഷൻ നൽകിയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ കോഎഫിഷ്യന്റ് കോറിലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓരോ പ്രോബ്ലംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നോട്ട്ബുക്കുകൾ എഴുതിയിട്ട് പഠിക്കുക. എന്നിരുന്നാലേ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിയുള്ളൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചോദ്യം, ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അല്ലെ, താഴെ നൽകിയ ഡാറ്റ വെച്ചിട്ട് പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്, അതായത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തഡാണ് അത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അവിടെ പ്രൈസും ഡിമാൻഡ് നൽകിയിട്ടുണ്ട് അല്ലെ. പ്രൈസ് 10, 12, 14, 15, 19. ഡിമാൻഡ് 40, 41, 48, 60, 50. അപ്പൊ നമ്മള് ഇതില് ഒരു ടേബിൾ വരക്കാണ്. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മാർക്കും ഈ രീതിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഒറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ബുക്കിലൊക്കെ ഓരോന്നും ഓരോ മെത്തേഡിലായിരിക്കും സോൾവ് ചെയ്തിരിക്കാം. എങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോറിലേഷന്റെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്.
ഇത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, സംഖ്യകൾ എന്ത് ചെയ്യും, കുറച്ച് വലുതാകും. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, കഴിയുന്നതും എല്ലാവരും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. മറ്റു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുക. അവിടെ എന്ത് ചെയ്യും, സംഖ്യ വളരെ ചെറുതായി കിട്ടും. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൈസും ഡിമാൻഡും ആണ്. പ്രൈസിന് നമ്മൾ എക്സ് ആയിട്ടും ഡിമാൻഡിനെ വൈ ആയിട്ടും എടുക്കാം. ദെൻ തേർഡ് കോളം എഴുതേണ്ടത് എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു വൈ അല്ലെ, 10 × 40 400, 12 × 41 492, 14 × 48 622, 15 × 60 900, 19 × 50 950. ഓക്കെ ആണല്ലോ. അപ്പോ തേർഡ് കോളം എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ ആണ്. ദെൻ ഫോർത്ത് കോളം എക്സ് സ്ക്വയർ ആണ് അല്ലെ, എക്സിന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ 100, 12 സ്ക്വയർ 144, 14 സ്ക്വയർ 196, 15 സ്ക്വയർ 225, 19 സ്ക്വയർ 361. ദെൻ വൈ സ്ക്വയർ അല്ലെ, വൈ 40 സ്ക്വയർ 1400, ദെൻ 40 സ്ക്വയർ 1681, ദെൻ 42 സ്ക്വയർ 2304, 60 സ്ക്വയർ 3600, 50 സ്ക്വയർ 2500. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓരോന്നും എന്ത് ചെയ്യുക, കൂട്ടാം. ഇവിടെ 70 കിട്ടും. ദെൻ വൈ 239 കിട്ടും. എക്സ് വൈ 3414 കിട്ടും. എക്സ് സ്ക്വയർ 1026 കിട്ടും. വൈ സ്ക്വയർ 11685 കിട്ടും. ഈ ഒരു ടേബിള് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാല് ദെൻ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണ്, ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഇക്വേഷന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്കിത് ആ ഒരു ടേബിളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യം നമ്മൾ എക്സ് വൈ എടുക്കുന്നത്, ദെൻ എക്സ് ഇൻറ്റു വൈ ആണ്, പിന്നീട് റൂട്ട് ഓഫ് അല്ലെ എൻ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്, ദെൻ വൈന്റെ ക്രിയനെ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ഹോൾ സ്ക്വയർ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നും ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എൻ എത്രയാണ്, 5 ആണ് അല്ലെ. എക്സ് വൈ എത്രയാണ്, 3414 ആണ്. സിഗ്മ എക്സ് എത്രയാണ്, 70 ആണ്. സിഗ്മ വൈ എത്രയാണ്, 239 ആണ്. പിന്നീട് റൂട്ട് അല്ലെ, അടിയിൽ റൂട്ട് n 5 ആണ്. എക്സ് സ്ക്വയർ എത്രയായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ, എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയത്, എക്സ് സ്ക്വയർ 1026 ആണ്. ദെൻ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലെ, എക്സ് ഹോൾ സ്ക്വയർ കാണുമ്പോൾ എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ്, എക്സ് 70 ആണ്, 70 സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു വൈ സ്ക്വയർ എത്രയായിരുന്നു, 11685 ആയിരുന്നു, മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ, സിഗ്മ വൈ എത്രയാണ്, 239 സ്ക്വയർ. അത് നമ്മൾ ഈ ഒരു കാര്യം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 0.621 എന്നുള്ള ആൻസർ ലഭിക്കും. ഇതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമ്മളിവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ നൽകണം അല്ലെ. 0.621 ആണ്. 0.621 വന്ന എന്തായിരിക്കും ഇന്റർപ്രിട്ടേഷൻ, പ്ലസ് ആണ്. സോ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായി ബന്ധപ്പെട്ട തിയറീസും അതിന്റെ ഇന്റർപ്രിട്ടേഷനും ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു.
കാൽപേസുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് ഇതേ ഇക്വേഷനിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ കഴിയും. നിങ്ങൾ ബുക്കിലൊക്കെ പല മോഡലിലും പല മെത്തേഡിലും ഇത് ചെയ്യാറുണ്ട്. അതൊക്കെ എന്തിനാണ്? സംഖ്യ ചെറുതാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിന്റെ ഫോർമുല. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.